മാറില്ല ആ ചിരി, ചിരിയുടെ ആശാന് വിട. ഇതൊക്കെ എന്ത് കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഒടുക്കത്തെ ബുദ്ധിയാ. നല്ല പരിചയമുള്ള ഡയലോഗുകളാണല്ലേ. ചില മുഖങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചില ശബ്ദങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കും, ചില കഥാപാത്രങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിക്കും. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ചിരിയുടെയും കണ്ണീരിൻ്റെയും മുദ്ര ഒരുപോലെ പതിപ്പിച്ച ഒരാളാണ് സലിം കുമാർ. ഒരു നടൻ, ഒരു ഹാസ്യ സാമ്രാട്ട്, ഒരു ദേശീയ പുരസ്കാര ജേതാവ്, ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, പക്ഷേ അതിനുമപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വെളിച്ചം വിതച്ചൊരു കലാകാരൻ. ഇന്ന് മലയാളികൾക്ക് സലിം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വെറും ഒരു നടനെയല്ല, കുടുംബത്തോടൊപ്പം ടി.വിക്ക് മുന്നിൽ നിന്ന് ചിരിച്ച നിമിഷങ്ങളാണ്. വിഷമങ്ങൾക്കിടയിൽ ഒരു സിനിമ കണ്ട് മനസ്സ് തുറന്ന് ചിരിച്ച ഓർമ്മകളാണ്. മായാവിയിലെ സ്രാങ്കും കല്യാണരാമനിലെ പ്യാരിലാലും CID മൂസിയിലെ ഹാസ്യ മുഹൂർത്തങ്ങളും ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നു. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ഒരുപാട് പോരാട്ടങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു ജീവിതമുണ്ടായിരുന്നു. 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ചിറ്റാറ്റുകരയിലെ ഗംഗാധരൻ്റെയും കൗസല്യയുടെയും മകനായാണ് സലിം കുമാർ ജനിച്ചത്. പേരുകെട്ട് മതം തിരിച്ചറിയരുതെന്ന വിശാലമായ ചിന്തയായിരുന്നു പിതാവിന്. അതുകൊണ്ടാണ് മകന് സലിം എന്ന പേര് നൽകിയത്. പിന്നീട് സ്കൂളിൽ ചേർന്നപ്പോൾ അധ്യാപികയുടെ നിർദ്ദേശപ്രകാരം കുമാർ കൂടി ചേർത്ത് സലിം കുമാർ എന്ന പേരായി മാറി. പിന്നീട് ആ പേര് കേരളത്തിലെ എല്ലാ വീടുകളിലും പരിചിതമായ ഒരു പേരായി മാറുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല. സാമ്പത്തികമായി വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽ ആളുകളെ നിരീക്ഷിക്കാനും അവരുടെ സംസാര ശൈലിയും പെരുമാറ്റവും അനുകരിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിന്നീട് അത് മിമിക്രി എന്ന കലാരൂപത്തിലേക്ക് വഴിമാറി. മറ്റുള്ളവർക്ക് തമാശയായി തോന്നിയ ആ കഴിവാണ് പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹാസ്യ പ്രതിഭകളിൽ ഒരാളായി അദ്ദേഹത്തെ ഉയർത്തിയത്. മാല്യങ്കര SNM കോളേജിലെ പ്രീ ഡിഗ്രി പഠനവും തുടർന്ന് മഹാരാജാസ് കോളേജിലെ പഠനവും അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് പുതിയ വാതിലുകൾ തുറന്നു. കോളേജ് കലോത്സവങ്ങളിൽ മിമിക്രി മത്സരങ്ങളിലും അദ്ദേഹം നേടിയ വിജയങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. വേദികളിൽ കയ്യടി വർദ്ധിച്ചപ്പോൾ സ്വപ്നങ്ങളും വലുതായി. ജീവിതത്തിന്റെ വഴിത്തിരിവ് അവിടെ നിന്നാണ് ആരംഭിച്ചത്. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെയുള്ള മിമിക്രി ട്രൂപ്പുകളിലൂടെ സലിം കുമാർ കേരളത്തിലെ വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളെ അതീവ സ്വാഭാവികതയോടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ ജനങ്ങൾ സ്വന്തം നാട്ടുകാരായും അയൽക്കാരായും സുഹൃത്തുക്കളായും കണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗത്തിൽ ജനപ്രിയനായി. 1996 സുനിതയെ വിവാഹം കഴിച്ച സമയത്താണ് സിനിമാ ഭാഗ്യവും അദ്ദേഹത്തെ തേടിയെത്തിയത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം തുടക്കത്തിൽ ചെറിയ വേഷങ്ങളാണ് ചെയ്തത്. എന്നാൽ ഓരോ ചെറിയ രംഗവും അദ്ദേഹം തന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാക്കി. വലിയ അവസരങ്ങളെ കാത്തിരിക്കാതെ ലഭിച്ച അവസരങ്ങളെ വലിയതാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം സലിം കുമാറിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി. ചിത്രത്തിന്റെ വൻ വിജയത്തോടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഹാസ്യ നടനെ ലഭിച്ചു. പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വലിയ ഡയലോഗുകളോ അതിശയോക്തികളോ ആവശ്യമില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഒരു നോട്ടം, ഒരു ഇടവേള, ഒരു സാധാരണ വാക്ക് അത്ര മതിയായിരുന്നു ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാൻ. അതിനുശേഷം മലയാള സിനിമയിൽ സലിം കുമാറിന്റെ സുവർണകാലം ആരംഭിച്ചു. മീശമാധവൻ, കല്യാണരാമൻ, CID മൂസ, പുലിവാൽ കല്യാണം, മായാവി, ചതിക്കാത്ത ചന്തു, തൊമ്മനും മക്കളും തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയങ്കരനായി. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ സിനിമ അവസാനിച്ചിട്ടും ജനങ്ങളുടെ മനസ്സിൽ തുടർന്നു. പല കഥാപാത്രങ്ങളും പിന്നീട് ട്രോളുകളുടെയും സോഷ്യൽ മീഡിയ സംസ്കാരത്തിന്റെയും ഭാഗമായി 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സലിം കുമാറിനെ വെറും ഹാസ്യ നടനായിട്ട് മാത്രം കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രതിഭയോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ചിരിയുടെ മറവിൽ ഒളിഞ്ഞിരുന്ന അതുല്യനായ നടനെ മലയാള സിനിമ പതിയെ തിരിച്ചറിഞ്ഞു. അച്ഛനുറങ്ങാത്ത വീട്, പെരുമഴക്കാലം, ഗ്രാമഫോൺ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. ഇതുവരെ ചിരിപ്പിച്ചിരുന്ന അതേ മനുഷ്യന് ഹൃദയം തകർക്കുന്ന പ്രകടനങ്ങളിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നീടെത്തിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യായമായിരുന്നു. ആദാമിന്റെ മകൻ അബു ആയിരുന്നു ഹജ്ജ് യാത്ര പോകണമെന്ന സ്വപ്നമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കഥ. അബു എന്ന കഥാപാത്രത്തെ സലിം കുമാർ അവതരിപ്പിച്ചില്ല. അദ്ദേഹം അബുവായിട്ട് ജീവിക്കുകയായിരുന്നു.
ഓരോ നോട്ടത്തിലും ഓരോ വാക്കിലും ഓരോ നിശബ്ദതയിലും ഒരു മനുഷ്യന്റെ ജീവിതകാല സ്വപ്നം അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. സിനിമ കണ്ടിറങ്ങിയവർ ഒരു കഥാപാത്രത്തെയല്ല, സ്വന്തം ജീവിതത്തിലെ ആരെയോ കണ്ട അനുഭവമായിരുന്നു പങ്കുവച്ചത്. ഈ ചിത്രത്തിലെ അതുല്യ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഹാസ്യ നടനായി അറിയപ്പെട്ടിരുന്ന ഒരാൾ ദേശീയ തലത്തിൽ മികച്ച നടനാകുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു. അതൊരു വ്യക്തിയുടെ വിജയം മാത്രമായിരുന്നില്ല, കഴിവിന് മുന്നിൽ മുൻവിധികൾ തകർന്നു വീണ നിമിഷം കൂടിയായിരുന്നു അത്. 2013 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഒരേ കലാകാരന് ഹാസ്യത്തിലും ഗൗരവാഭിനയത്തിലും ഒരുപോലെ മികവ് തെളിയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഏറ്റവും വലിയ പ്രത്യേകത കഥാപാത്രങ്ങളുടെ സ്വാഭാവികതയായിരുന്നു. അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും തോന്നാത്ത അവതരണ ശൈലി. അഭിനയത്തിന് പുറമെ എഴുത്തുകാരനായും സംവിധായകനായും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പിന്നീട് കമ്പാർട്ട്മെന്റ്, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് സിനിമയുടെ മറ്റൊരു മേഖലയിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപോലെ തിളങ്ങിയ അപൂർവ കലാകാരന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം പിന്നീട് മാറി. സിനിമയ്ക്ക് പുറത്തും സെലിംകുമാർ തന്റെ വ്യക്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. രാഷ്ട്രീയം, സാമൂഹ്യം, സംസ്കാരം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം തുറന്ന് സംസാരിച്ചിരുന്നു. ജനപ്രിയത നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലാത്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച കലാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ സെലിംകുമാറിന്റെ ഏറ്റവും വലിയ നേട്ടം പുരസ്കാരങ്ങളോ റെക്കോർഡുകളോ അല്ല, ഒരു തലമുറയുടെ ഓർമ്മകളിൽ സ്ഥിരമായിട്ട് ഇടം നേടാൻ കഴിഞ്ഞതാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. വിഷമങ്ങൾക്കിടയിൽ ആശ്വാസമായും ചിരിയായും എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്നും പുതിയ തലമുറ കണ്ട് ചിരിക്കുകയാണ്. കാലം മാറിയിട്ടും അദ്ദേഹത്തിന്റെ ഹാസ്യത്തിന് പഴക്കം വന്നിട്ടില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികളും ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടിട്ടും അദ്ദേഹം ഒരിക്കലും തോറ്റുകൊടുത്തിട്ടില്ല. ഓരോ തിരിച്ചടികളിൽ നിന്ന് കൂടുതൽ ശക്തനായിട്ട് തിരിച്ചു വരുന്ന അദ്ദേഹത്തെ നാം കണ്ടിരുന്നു. അധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായിട്ട് അദ്ദേഹം മാറി. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ദേശീയ പുരസ്കാര വേദിയിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ യാത്ര ഇന്ന് നിരവധി യുവാക്കൾക്ക് പ്രചോദനമാണ്. എറണാകുളം അമൃത ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രി 10:45 അന്ത്യം. ഒരു കലാകാരന്റെ വിജയം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം അളക്കാൻ കഴിയില്ല. അദ്ദേഹം പോയ ശേഷവും ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ അളവുകോൽ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സെലിംകുമാർ എന്ന കലാകാരൻ ഒരിക്കലും മായുന്നില്ല. ഓരോ ടെലിവിഷൻ റീറണ്ണിലും ഓരോ ട്രോളിലും ഓരോ ഓർമ്മകളിലും അദ്ദേഹം വീണ്ടും വീണ്ടും ജീവിക്കുന്നു. ഇന്ന് മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ സെലിംകുമാർ എന്ന അധ്യായം ഒഴിവാക്കാനാവില്ല. ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും ജീവിച്ച ഒരു അപൂർവ പ്രതിഭ. ദേശീയ പുരസ്കാരത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിട്ടും സാധാരണ മനുഷ്യനായിട്ട് തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ചില മനുഷ്യര് മരിക്കുന്നില്ല, അവർ കഥാപാത്രങ്ങളായി ജീവിക്കും, ഓർമ്മകളായി ജീവിക്കും, ചിരികളായി ജീവിക്കും. മലയാളികളുടെ മനസ്സിൽ സെലിംകുമാർ എന്ന പേര് ഉള്ളിടത്തോളം കാലം ആ ചിരിയും ജീവിച്ചുകൊണ്ടേയിരിക്കും.